Anywhere you go, anywhere you go, give it all. അവി സൂര്യാടി സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് സെബലം 7 ഹാരി. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് 7 days, അതായത് അവസാനത്തെ 7 ദിനങ്ങൾ. പറഞ്ഞ പോലെ ഒരു 7 ദിവസത്തെ കഥയാണിത്. മരിച്ചുപോയ ഉമ്മയെ 7 ദിവസം മറവ് ചെയ്യാതെ വീട്ടിൽ വെച്ചിട്ട് ചില ചടങ്ങ് ഒക്കെ ചെയ്യുകയാണ്. എന്തിനായിരിക്കും? അതിനിടയിൽ പ്രേതത്തിൻ്റെ ഓരോ അമാനുഷിക കളികൾ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഒരു ഡെഡ് ബോഡിയുടെ കൂടെ 7 ദിവസം നിൽക്കാൻ? നിങ്ങളും ആ വീട്ടിൽ ഉണ്ടെന്ന് കരുതി ഈ ചിത്രം കാണോ, നിങ്ങൾ പേടിച്ച് മുള്ളിപ്പോകും. സോ അതിനു മാത്രം ഇതിൽ എന്താ ഉള്ളതെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വർഷം 1987 അർദ്ധരാത്രി ഒരു സ്ത്രീ അവളുടെ കൈക്കുഞ്ഞുമായി വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു വിജനമായ സ്ഥലത്തു കൂടി ഒരു ഗുഹയിലേക്ക് പോകുന്നത് കാണാം. കുഞ്ഞിനെ അവിടെ കിടത്തി എന്തോ ഒരു മന്ത്രച്ചടങ്ങ് ചെയ്ത് ഒരു കൂർത്ത ഉളി എടുത്ത് കുഞ്ഞിൻ്റെ നെഞ്ചിൽ വെച്ച് ചുറ്റിക എടുത്ത് നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്ത്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ പോയി. ശേഷം ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഓർത്ത് കരഞ്ഞോണ്ട് കുഞ്ഞിൻ്റെ രക്തം പുരണ്ട കൈ അവിടെയുള്ള തടാകത്തിൽ കഴുകിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു കൈ വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഒരു വിധത്തിൽ പിടഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ചുറ്റിലും മാസ്ക് വെച്ച് കുറച്ച് സ്ത്രീകൾ എന്തോ പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അന്നേരം അവരുടെ ഒക്കെ നേതാവ് ആണെന്ന് തോന്നുന്നു. ഒരു യുവതി വന്ന് ഒരു സ്വർണത്തിൻ്റെ കൂർത്ത സൂചിയെടുത്ത് അവളുടെ നെറ്റിയിൽ കുത്തി ഇറക്കുന്നത് കാണാം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ വർഷം 2024. നായികയെ കാണാം. അവളുടെ പേര് മറിയ. മാർക്കറ്റിൽ ഒരു ചെറിയ കട നടത്തുന്നു. മറിയയ്ക്ക് 2 മക്കളുണ്ട്. നിങ്ങളുടെ യൂണിഫോമിൽ മൊത്തം കറ ആയല്ലോ, ഇങ്ങനെ മണ്ണിൽ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ? കറ നല്ലതാ മമ്മി. ഇതെന്താ സർഫിൻ്റെ പരസ്യമാണോ? പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിത്തരാം. അത് കേട്ട് കുട്ടികൾ ഓടിപ്പോകുമ്പോൾ അവരുടെ മാമൻ ഖാദർ അവിടെ വരികയാണ്. ഖാദർ മറിയയുടെ ബ്രദറാണ്. എടി പൈസ റെഡിയായോ? അത് കേട്ട് മറിയ കുറച്ച് പൈസ കൊടുത്തിട്ട് ഇതോടെ നിർത്തിക്കോ, ഇനി എന്നോട് അതിന് പൈസ വേണം ഇതിന് പൈസ വേണം എന്നൊക്കെ ചോദിച്ചു വരാൻ പാടില്ല. വല്ല പണിക്കും പോയിക്കൂടെ നിനക്ക്? നിനക്ക് തന്നെ അറിയുന്നതല്ലേ എൻ്റെ 2 മക്കൾ വളർന്നു വരികയാ, അവരുടെ ചെലവ് നോക്കാൻ കുറേ പൈസ വേണം. നീ എന്നോട് വാങ്ങിയ പൈസ ഒന്നും എനിക്ക് തിരിച്ചു തരേണ്ട. അറ്റ്ലീസ്റ്റ് നീ ഒരു ജോലിക്കെങ്കിലും പോയിട്ട് നിന്റെ കാര്യമെങ്കിലും നോക്കി ജീവിക്ക് എന്നൊക്കെ പറയുകയാണ്. എടി ഞാൻ നിന്നോട് ക്യാഷ് വാങ്ങിക്കാൻ മാത്രം വന്നതല്ല, നമ്മുടെ ഉമ്മ നാട്ടിൽ സുഖമില്ലാതെ സീരിയസ് ആയി കിടക്കുകയാ. അത് കേട്ട് മറിയ ദേഷ്യത്തിൽ, എടാ നിന്നോട് ആരാ ഉമ്മയുടെ കാര്യം തിരക്കാൻ പറഞ്ഞത്? ഉമ്മയെക്കുറിച്ച് അന്വേഷിക്കാനും സംസാരിക്കാനും നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിന് ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. നാട്ടിലുള്ള വേലക്കാരി ആൻറ്റി പറഞ്ഞതാ ഉമ്മ മരിക്കാനായ അവസ്ഥയിലാണുള്ളത്. എടാ നീ പഴയതൊക്കെ മറന്നോ? നമുക്ക് 10-12 വയസ്സുള്ളപ്പോൾ ഉമ്മ ഞങ്ങളെ വീട്ടിൽ നിന്നും കഴുത്ത് പിടിച്ച് തള്ളി ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതല്ലേ? അതൊക്കെ മറന്നിട്ട് നമ്മൾ അവിടെ പോകണോ? അത് എനിക്ക് ഓർമ്മയുണ്ട്. ബട്ട് നമ്മളെ എന്തിനാ ഉമ്മ ഒഴിവാക്കിയത് എന്നെങ്കിലും നമുക്ക് അറിയണ്ടേ? വേണ്ട, എനിക്കതൊന്നും അറിയണം എന്നില്ല. എൻ്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നോക്കുമ്പോൾ, എടി ഉമ്മ നമ്മളെ ഒഴിവാക്കിയ പോലെ നീയും ഇപ്പോൾ ഉമ്മയെ ഒഴിവാക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഉമ്മ നമ്മളോട് ചെയ്തതിനും നമ്മൾ ഉമ്മയോട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനും തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് ക്ഷമിച്ചൂടെ? നമ്മുടെ ഉമ്മയല്ലേ എന്നൊക്കെ ഖാദർ പറഞ്ഞതിനാൽ മറിയയ്ക്ക് ഉമ്മയോട് ക്ഷമിക്കാൻ തോന്നുകയും അങ്ങനെ അവർ ഉമ്മയുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് ഖാദറിന് അവൻ കടം വാങ്ങിയ ഒരാളുടെ മെസ്സേജ്, എടാ മാക്രി ഖാദറെ, മര്യാദയ്ക്ക് വാങ്ങിയ പൈസ തിരിച്ചു താ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാലാപുരിക്ക് തട്ടും, അതിനു മുൻപ് നിന്റെ പ്രൈവറ്റ് വീഡിയോ ലീക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വിരട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും ഉമ്മയുടെ നാട്ടിലേക്ക് എത്തി വീടിന് മുന്നിൽ നിൽക്കുകയാണ്. അന്നേരം അവിടേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന വേലക്കാരി ആൻറ്റി വന്നിട്ട് എല്ലാവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അന്നേരം ചുമരിൽ ഒരു ഫോട്ടോ, അതാണ് ഇവരുടെ ഉമ്മ. അതേപോലെ തുടക്കത്തിൽ ഒരു കുഞ്ഞിനെ ബലി കൊടുത്തത് കണ്ടിരുന്നില്ലേ? ആ സ്ത്രീയാണ് ഇവരുടെ ഉമ്മ. അത് കണ്ട മറിയയുടെ 2 മക്കൾ, ഇതാണോ നമ്മുടെ മുത്തശ്ശി? കാണാൻ സിനിമാ നടിയെ പോലെ ഉണ്ടല്ലോ. ഏയ് ഇത് ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ, ഇപ്പോൾ കാണാൻ ഇതുപോലെ ഉണ്ടാവില്ല എന്നൊക്കെ കുണുകുണുന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം, ചിലങ്കയുടെ പോലത്തെ ഒരു മണിക്കുലുക്കം. അതെന്താ ആ ശബ്ദം
ശബ്ദം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾ ഈ വീട് വിട്ടു പോയത് മുതൽ ഉമ്മയുടെ നില ഭയങ്കര മോശമായി മാറാൻ തുടങ്ങി. എപ്പോഴൊക്കെ ആ ശബ്ദം ഉണ്ടാക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ ഒരു പഴയ പാട്ട് കേൾപ്പിക്കും. അത് കേൾക്കുമ്പോൾ ഉമ്മയുടെ കൈവിറയൽ നിൽക്കും, ആ കിലുക്കവും നിൽക്കും. ഇനി നിങ്ങൾ ഉമ്മയെ പോയി കാണ് എന്നൊക്കെ ആൻറ്റി പറഞ്ഞു വിടുകയും ഉമ്മയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ ഒരു ട്വിസ്റ്റ്. അതായത് ചുമരിലുള്ള ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഉമ്മ ഇപ്പോഴും ഉള്ളത്. വയസ്സായിട്ടും ചെറുപ്പക്കാരിയെ പോലെയാണ് ശരീരം ഉള്ളത്. ഒരു മുടി പോലും നരച്ചിട്ടില്ല. ഉമ്മ ഇത് ഞാനാ, നിങ്ങളുടെ മകൻ ഖാദർ, ഞങ്ങളെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞെങ്കിലും ഉമ്മയ്ക്ക് ഒരു റിയാക്ഷനും ഇല്ല. അതിനാൽ ഓരോരുത്തരും ഉമ്മയുടെ കൈ പിടിച്ചെങ്കിലും ഉമ്മ അനങ്ങിയില്ല. അവസാനം ചെറിയ പെൺകുട്ടി പിടിച്ചപ്പോൾ അവളുടെ കൈ മാത്രം മുറുകെ പിടിക്കുകയാണ്. അന്നേരം വേലക്കാരി ആൻറ്റി വന്ന് കൈ പിടിച്ചു മാറ്റി, നിങ്ങളെ കാണാനാ മക്കളും പേരക്കുട്ടികളും വന്നത്, അവരെ എന്തിനാ പേടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ മുത്തശ്ശിക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ 70 ആയി എന്ന് പറയുകയാണ്. എന്ത് 70? എന്നാൽ കാണാൻ നിങ്ങളെക്കാൾ ചെറുപ്പം ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഖാദർ ഇടയിൽ കയറി, എടാ നിനക്ക് നിന്റെ ഉമ്മ താമസിച്ച റൂം കാണണം എന്നല്ലേ പറഞ്ഞത്, ദേ അവിടെയാണെന്ന് പറഞ്ഞതും രണ്ടുപേരും ഓടിപ്പോവുകയാണ്. ശേഷം ഖാദറും, എടേ ഉമ്മയെ കാണാൻ ചെറുപ്പം പോലെയാണല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്ക്, എനിക്ക് നല്ല ക്ഷീണം, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് മറിയ അവിടെ നിന്ന് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ മകൻ ചെയറിൽ ഇരുന്ന് ആടുന്നുണ്ട്. ഉമ്മ, ഈ ചെയർ ആരുടെയാ, നിങ്ങളുടേതാണോ? അല്ല മോനെ, അത് നിന്റെ മുത്തശ്ശിയുടെയാ. ഇതേ നേരം ഖാദർ ആണെങ്കിൽ എവിടെയെങ്കിലും പൈസയോ സ്വർണമോ ഉണ്ടോ എന്ന് തപ്പുകയാണ്. അന്നേരം ഒരു ഡ്രോയറിൽ ഒരുപാട് കീ കാണുകയാണ്. ഒരെണ്ണം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വീണ്ടും തിരഞ്ഞു നോക്കുമ്പോൾ ഒരു കവറിൽ കുറച്ച് പണവും ഒരു മുഖമൂടിയും കിട്ടുകയാണ്. ഒരുപാട് പഴക്കം ചെന്ന മുഖമൂടി, ഇത് വിറ്റാൽ പൈസ കിട്ടും എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി വേലക്കാരിയോട്, ആൻറ്റി എൻ്റെ ഉമ്മയ്ക്ക് എന്ന് മുതലാ അസുഖം ബാധിച്ചത് എന്ന് ഖാദർ ചോദിക്കുമ്പോൾ, നിങ്ങൾ പോയത് മുതൽ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു, എന്നാൽ 1 മാസം മുൻപാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായത്. അതെയോ, പിന്നെ എന്താ അക്കാര്യം ഞങ്ങളോട് പറയാത്തത്? അത് പിന്നെ ഞാൻ പറയാം എന്ന് കരുതിയതാണ്, പക്ഷേ നിന്റെ ഉമ്മ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ല, അത് ഇഷ്ടമല്ല എന്നും ഉമ്മയുടെ അവസ്ഥ നിങ്ങളോട് പറയണ്ട എന്നും പറഞ്ഞു. അതാ ഞാൻ പറയാത്തത്. ഉമ്മ മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പിന്നെ ഒന്നും ആലോചിക്കാതെ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അത് കേട്ട് മറിയ ദേഷ്യത്തിൽ, കേട്ടില്ലടാ, നമ്മുടെ ഉമ്മ മരിക്കാനായ അവസ്ഥയിലും നമ്മളെ കാണണം എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, അതിന് മാത്രം ഉമ്മയ്ക്ക് എന്താ അസുഖം, ഡോക്ടർ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഡോക്ടർ എന്നല്ല ഒരുപാട് ഡോക്ടറെ പോയി കണ്ടെങ്കിലും ഉമ്മയുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ ഒരു മന്ത്രവാദിയെ പോയി കണ്ടപ്പോഴാണ് ഉമ്മയുടെ ശരീരത്തിൽ ഒരുപാട് ആത്മാക്കൾ ഉണ്ട് എന്ന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അതിനെ ആവാഹിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുമതി ഇല്ലാതെ ഞാൻ എങ്ങനെ സമ്മതിക്കും? അതിനാൽ മന്ത്രവാദിയെ പറഞ്ഞു വിട്ടു. അത് കേട്ട്, എന്നാൽ ആ മന്ത്രവാദിയെ തിരിച്ചു വരാൻ പറ, നമുക്ക് പ്രേതത്തെ ആവാഹിച്ച് ഉമ്മയെ രക്ഷിക്കാം എന്ന് ഖാദർ പറയുമ്പോൾ, ഏയ് അതൊന്നും വേണ്ട, ഉമ്മയെ ഡോക്ടർക്ക് കാണിച്ച് സുഖപ്പെടുത്താം. അതേപോലെ ഞാനും മക്കളും ഇനി 3 ദിവസം മാത്രമേ ഇവിടെ ഉണ്ടാവൂ, ഞങ്ങൾക്ക് തിരിച്ചു പോകണം എന്നൊക്കെ മറിയ പറയുകയാണ്. എടീ, നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? നീ ഉമ്മയോട് ഇങ്ങനെ പെരുമാറിയാൽ നാളെ നിന്റെ മക്കളും അത് കണ്ട് പഠിച്ച് നിന്നോടും ഇതേപോലെ പെരുമാറും. അതുകൊണ്ട് ഉമ്മയെ പരിചരിച്ച് അസുഖം ഒക്കെ മാറിയിട്ട് പോയാൽ മതി എന്ന് ഖാദർ പറയുമ്പോൾ, എടാ നീ ഇതിൽ ഇടപെടേണ്ട, ഇത് എനിക്കും ഉമ്മയ്ക്കും ഇടയിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് മറിയ നേരെ ഉമ്മയുടെ റൂമിലേക്ക് പോയി ഉമ്മയുടെ അടുത്ത് ഇരുന്ന് കൈ പിടിച്ച് കരയുകയാണ്. ഉമ്മയോട് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടിപ്പെണ്ണിൻ്റെ ഒരു കളിപ്പാട്ടം കാണാനില്ല. അതെവിടെ എന്ന് ഓരോ സ്ഥലത്തും പോയി അന്വേഷിക്കുമ്പോൾ ഒടുവിൽ മുത്തശ്ശിയുടെ കട്ടിലിനടിയിൽ കാണുകയും അതെടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കട്ടിലിൽ കിടന്നിട്ടുള്ള മുത്തശ്ശി കുട്ടിപ്പെണ്ണിൻ്റെ ദേഹത്തേക്ക് വീണ് പിടിച്ചു വന്നതുപോലെ തുടിക്കാൻ തുടങ്ങി. കുട്ടിപ്പെണ്ണ് ഒച്ച വെച്ച് കരയുമ്പോൾ ശബ്ദം കേട്ട് ഓടി വന്ന് ഖാദർ മുത്തശ്ശിയെ തൂക്കിയെടുത്ത് കട്ടിലിൽ കിടത്തി ഒരു പഴയ പാട്ട് വെച്ചതും ഉമ്മയുടെ തുടിക്കൽ നിൽക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് ഖാദറിൻ്റെ മുഖത്തേക്ക് മോട്ടോർ പമ്പ് ഓൺ ചെയ്ത പോലെ ഛർദ്ദിക്കുകയാണ്.
ശരീരത്തിൽ പിശാച്ച് കയറിയത് കൊണ്ടാണ് കുറെ ഛർദ്ദിച്ചത്. അതിനാൽ വേലക്കാരിയോട് ഏയ് ആൻറ്റി എത്രയും പെട്ടെന്ന് മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറയുകയും ഉടനെ വേലക്കാരി പോയി മന്ത്രവാദിയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. മന്ത്രവാദി ഒരു മാന്ത്രിക കത്തിയെടുത്ത് മന്ത്രിച്ച് ഉമ്മയുടെ നേർക്ക് കാണിച്ചതും തുടിച്ചുകൊണ്ടിരുന്ന ഉമ്മ പിന്നെയും തുടിക്കാൻ തുടങ്ങി. അന്നേരം മന്ത്രവാദി ഒരു വാഴപ്പഴം പിന്നെ ഒരു വാഴക്കൂമ്പ് ഒക്കെ എടുത്ത് എന്തൊക്കെയോ മന്ത്രകർമ്മങ്ങൾ ചെയ്ത് ശേഷം കുറച്ച് മുരിങ്ങ ഇല എടുത്ത് ചതയ്ക്കാൻ മറിയയോട് ഏൽപ്പിച്ച് അവൾ അത് ചതച്ചുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രവാദി കത്തിയെടുത്ത് വാഴപ്പഴം മുറിക്കുമ്പോൾ അതിൽ നിന്നും രക്തം വരികയാണ്. ആ രക്തത്തിലേക്ക് മറിയ ചതച്ചെടുത്ത മുരിങ്ങ ഇലയുടെ ചാറും ഒഴിച്ച് മിക്സ് ചെയ്ത് ഖാദറിൻ്റെ കയ്യിൽ വാഴക്കൂമ്പ് കൊടുത്ത് ഞാൻ എപ്പോഴാണോ കുത്താൻ പറയുന്നതോ അന്നേരം നീ കത്തി കൊണ്ട് വാഴക്കൂമ്പിൽ കുത്തണം എന്ന് പറഞ്ഞ് കട്ടിലിലുള്ള ഉമ്മയെ നോക്കി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ രക്തം മരുന്ന് ദേഹത്തേക്ക് ഒഴിക്കുമ്പോൾ അത് ആവിയായി പോവുകയാണ്. വീണ്ടും ശക്തിയേറിയ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഉമ്മ പിടഞ്ഞ് എഴുന്നേറ്റ് മന്ത്രവാദിയുടെ കഴുത്തിൽ പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. അന്നേരം ഖാദറിനോട് കുത്താൻ പറയുകയും ഖാദർ കൂമ്പിലേക്ക് ഒരൊറ്റ കുത്ത്. അന്നേരം മന്ത്രവാദി ഉമ്മയുടെ മുഖത്ത് നിന്നും ഒരു സ്വർണ്ണ സൂചി എടുക്കുകയാണ്. വീണ്ടും കുത്താൻ പറയുകയും വീണ്ടും മുഖത്ത് നിന്നും ആ സൂചി വലിച്ച് എടുക്കുകയാണ്. അങ്ങനെ മൊത്തം 5 സ്വർണ്ണ സൂചി ഊരിയെടുക്കുകയും ചെയ്തു. എല്ലാം നോർമലാവും എന്ന് കരുതിയാൽ തെറ്റി. ഇത്രയും നാൾ സൗന്ദര്യം നഷ്ടപ്പെടാതെ ഉണ്ടായിരുന്ന ഉമ്മ പെട്ടെന്ന് വയസ്സായി ഒടുവിൽ മരിച്ചു പോവുകയും ചെയ്തു. ആ കാഴ്ച കണ്ട് മറിയ അലറിയടിച്ച് കരയുകയാണ്. അതിനുശേഷം മന്ത്രവാദി ആ 5 സ്വർണ്ണ സൂചി ഖാദറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ മന്ത്രസൂചി നിന്റെ ഉമ്മയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഉമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ ചെറുപ്പമായി നിലനിന്നത്. ഇത് തൽക്കാലം നീ ഭദ്രമായി വെക്കണം. ഇത് എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചയക്കണം. എന്നാൽ മാത്രമേ ഈ ശാപം മാറുകയുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഉമ്മ മരിച്ചുപോയ കാര്യം നാട്ടിലുള്ള ആരോടും പറയാൻ പാടില്ല. പിന്നെ ഇനിയുള്ള 7 ദിവസത്തേക്ക് ഉമ്മയുടെ ബോഡി മറവ് ചെയ്യാൻ പാടില്ല. ഗുഹയിൽ കൊണ്ടുപോയി ജലസമാധി ചെയ്യണം. അതും 7ാമത്തെ നാൾ വേണം ആ ചടങ്ങ് ചെയ്യാൻ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെ, ഞങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് മറിയ ചോദിച്ചതും നിങ്ങൾ അത് ചെയ്തേ ആവണം. എന്തെന്നാൽ ഞാൻ ഇതേപോലെ ഒരുപാട് കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. ചിലർ പണത്തിനു വേണ്ടിയും ചിലർ സൗന്ദര്യത്തിനു വേണ്ടിയും ഒക്കെ ഇങ്ങനെയുള്ള ശാപത്തിൽ വന്ന് വീഴാറുണ്ട്. സോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ ചെയ്യ്. നാളെ രാവിലെ ഉമ്മയുടെ ബോഡി കുളിപ്പിച്ച് അത് ആരും കാണാത്ത പോലെ തുണി വെച്ച് മൂടി വേണം ചെയ്യാൻ. അതിനുശേഷം 7 ദിവസം ബോഡി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രം മതി. 7ാം നാൾ ഞാൻ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ശാപത്തെ ഒഴിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് മന്ത്രവാദി അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കിടന്നിട്ടാണുള്ളത്. കുട്ടിപ്പെണ്ണിൻ്റെ മനസ്സിലേക്ക് മുത്തശ്ശി അലറുന്നതായും ഒക്കെ കേൾക്കാൻ തുടങ്ങി. അന്നേരം ഏയ് പേടിക്കണ്ട ചേച്ചി, ഞാനില്ലേ കൂടെ, പ്രേതം വന്നാൽ നമുക്ക് ഒരുമിച്ച് കരയാം എന്ന് പറഞ്ഞ് ചേച്ചിയെ സമാധാനിപ്പിക്കുമ്പോൾ ചേച്ചിയാണെങ്കിൽ അനിയനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ആ 7 ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഉമ്മയുടെ ബോഡി കൊണ്ടുവന്ന് കിടത്തി മന്ത്രവാദി പറഞ്ഞ പോലെ വേലക്കാരി ആൻറ്റിയും മറിയയും ചേർന്ന് കുളിപ്പിക്കുകയാണ്. അങ്ങനെ പുറം തേച്ച് കഴുകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരം വിട് എന്നൊരു വോയിസ്. 2 പേരും ഞെട്ടി ശരീരം വിട്ടതും വാഴത്തണ്ടിലേക്ക് തലയിടിച്ച് ഉമ്മയുടെ കഴുത്ത് ടക്ക് എന്നൊരു ശബ്ദത്തോടെ കഴുത്തിലെ എല്ല് ഒടിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ കുളിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി തുണി മൂടി വെച്ച് രാത്രി അടുത്ത് ഇരുന്ന് മറിയ പ്രാർത്ഥന ചൊല്ലുകയാണ്. പുറകിൽ ആണെങ്കിൽ വേലക്കാരി ആൻറ്റിയും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദേ മറ്റൊരു വശത്ത് കൂടി വേലക്കാരി ആൻറ്റി നടന്നു വരുന്നു. അത് കണ്ട് ഭയന്ന് ആൻറ്റി അതാണെങ്കിൽ എൻ്റെ പുറകിൽ ഇരിക്കുന്നത് ആരാ എന്ന് നോക്കുമ്പോൾ ഇപ്പോൾ പുറകിൽ ആരും ഇല്ല. മുന്നോട്ട് നോക്കിയപ്പോൾ അവിടെയും ആൻറ്റിയെ കാണാനില്ല. ആകെ ഭയന്ന് ഇരിക്കുമ്പോൾ ഉമ്മയുടെ ബോഡിയിൽ നിന്നും ഇപ്പോൾ എന്നെ വിട് എന്നൊരു വോയിസ് വീണ്ടും കേൾക്കാൻ തുടങ്ങി. ഭയത്തിന്മേൽ ഭയത്തോടെ ഉമ്മയുടെ മുഖത്തെ തുണി മാറ്റി നോക്കുമ്പോൾ ദേ പുറകിൽ ഉമ്മയുടെ പ്രേതം ഇരുന്നിട്ട് എന്നെ വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം അവിടേക്ക് വേലക്കാരി ആൻറ്റി വന്നിട്ട് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുകയും അങ്ങനെ മറിയ നേരെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങുകയാണ്. മറ്റേ റൂമിൽ കുട്ടിപ്പെണ്ണിന് പുറത്തു നിന്നും മുത്തശ്ശിയുടെ കയ്യിലുള്ള ഒരു കിലുക്കം ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അതേപോലെ ആരുടെയോ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായും കാണുകയാണ്. അനിയനെ വിളിച്ചെങ്കിലും അവൻ ഉണർന്നില്ല. അതിനാൽ അതാരായിരിക്കും എന്നറിയാൻ പോയി കതക് തുറന്നെങ്കിലും ആരെയും കണ്ടില്ല. എന്നാൽ ദേ റൂമിനകത്ത് ഒരു പ്രേതം
അതും അവൾ കണ്ടില്ല. നേരെ പോയി കിടന്നുറങ്ങുമ്പോൾ ദേ മുത്തശ്ശിയുടെ ചെയർ ആടുന്നു. അതെങ്ങനെ ആടുന്നത് എന്ന് നോക്കിയതും പെട്ടെന്ന് അതിൽ മുത്തശ്ശിയുടെ പ്രേതത്തെ കാണുകയും ഭയന്ന് പുതച്ച് മൂടിയപ്പോൾ അവിടെയും പ്രേതം. അലറിയടിച്ച് റൂം വിട്ട് ഓടാൻ നോക്കുമ്പോൾ അവിടേക്ക് മറിയ എത്തിയപ്പോൾ ഉമ്മയെ ദേ നോക്ക് മുത്തശ്ശിയുടെ പ്രേതം എന്ന് ഭയന്ന് പറയുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. പേടിക്കേണ്ട മോളെ, നീ സ്വപ്നം കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രണ്ടാമത്തെ നാൾ ചേച്ചിയുടെ ഫോൺ അടിച്ചുമാറ്റി കുട്ടിപ്പയ്യൻ അനീഫ് ഫേസ്ബുക്ക് ലൈവ് പോയി ഹേയ് ഗായ്സ് നോക്കിയേ, ഇതാണ് എൻ്റെ മുത്തശ്ശിയുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ എടാ അനീഫേ, എൻ്റെ ഫോൺ എവിടെയാ എന്ന് ചേച്ചി ചോദിക്കുകയാണ്. അന്നേരം ഹേയ് ഗായ്സ്, ഞാൻ എൻ്റെ ചേച്ചിയെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഒരു റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് ഒരിക്കൽ ഖാദർ ഒരു മാസ്ക് എടുത്തിരുന്നില്ലേ, ആ കബോർഡിൽ പോയി അനീഫ് ഒളിച്ചു നിൽക്കുകയാണ്. അന്നേരം പുറത്ത് ഏയ് അനീഫേ, നീ എവിടെയാടാ എന്ന് ചോദിച്ച് ചേച്ചി വിളിക്കുമ്പോൾ അതൊക്കെ അവൻ സൈലൻ്റായി ചിരിച്ചോണ്ട് ആസ്വദിക്കുകയാണ്. പെട്ടെന്ന് മാസ്ക് ധരിച്ച ഒരു പ്രേതം വന്ന് ഭയപ്പെടുത്തിയതും അവൻ അലറി പുറത്തേക്ക് ചാടി വീണ് ചേച്ചി ദേ അവിടെ പ്രേതം എന്ന് പറയുമ്പോൾ അവളും പതുക്കെ പതുക്കെ അടുത്തേക്ക് പോയി അലമാരയിലെ തുണിയൊക്കെ മാറ്റി നോക്കിയെങ്കിലും പ്രേതത്തെ കണ്ടില്ല. അതിനാൽ നീ ഒരു ബഗിടൻ തന്നെ, പ്രേതവും ഇല്ല ഭൂതവും ഇല്ല, എൻ്റെ ഫോൺ താടാ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞ് ചേച്ചി ഫോൺ വാങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം അനീഫിന് അവിടെ ഖാദർ എടുത്തു മാറ്റിയ ആ മാസ്ക് കിട്ടുകയാണ്. അതവൻ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി ഖാദറിന് വീണ്ടും ഒരു മെസ്സേജ്, എടാ നീ വാങ്ങിയ 4 ലക്ഷത്തിനും 20% പലിശയും ചേർത്ത് 14 ദിവസത്തിനകം തിരിച്ച് അടക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനാൽ എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ വീടിനകത്തു നിന്നും ആരൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെ കേൾക്കാൻ തുടങ്ങി. അതാരാ എന്നൊരു കൗതുകത്തിൽ പോയി നോക്കുമ്പോൾ ഉമ്മയുടെ ബോഡിക്ക് ചുറ്റിലും കറുത്ത വസ്ത്രം ധരിച്ച് കുറെ സ്ത്രീകൾ ഇരുന്ന് മന്ത്രം ചൊല്ലുന്നതായി കാണുകയാണ്. ഇതെന്താ ബിസ്ക്കറ്റിൽ ഈച്ച ഇരുന്ന പോലെ എന്ന് ചിന്തിച്ച് നേരെ പോയി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 3ാമത്തെ നാൾ, ഖാദർ ആണെങ്കിൽ ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൈക്കലാക്കിയിട്ടുണ്ടല്ലോ. ഉമ്മ ആണെങ്കിൽ മരിച്ചുപോയി. അതിനാൽ ഈ വീട് വിറ്റിട്ട് കടങ്ങൾ ഒക്കെ തീർക്കാം എന്ന് മറിയയോട് പറയുകയാണ്. എടാ ഉമ്മ മരിച്ചിട്ട് ചടങ്ങ് പോലും നേരെ ചെയ്തിട്ടില്ല, അതിനു മുൻപ് വീട് ഭാഗം വെക്കുന്ന കാര്യം വരെ നീ ചിന്തിച്ചോ? ഓഹോ, അപ്പോൾ നീ ഇതൊക്കെ സ്വപ്നം കണ്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അത് കേട്ട് എടേ നീ അധികം സങ്കടം അഭിനയിക്കല്ലേ, ഉമ്മയെ നിനക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ, ഉമ്മ മരിക്കും എന്നായപ്പോൾ അല്ലേ നിനക്കും സ്നേഹം കൂടി വന്നത്, എന്നിട്ടിപ്പോൾ എന്നെ മാത്രം എന്തിനാ പറയുന്നത്? പിന്നെ ഒരു കാര്യം, ഉമ്മ ഏതായാലും മരിച്ചു, നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, ഇനി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഖാദർ ദേഷ്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അനീഫ് ആണെങ്കിൽ ആ മുഖംമൂടി എടുത്ത് മുഖത്തേക്ക് വെച്ച് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തിന് പകരം മുത്തശ്ശിയുടെ രൂപമാണ് കാണുന്നത്. അല്പം കഴിഞ്ഞ് അവൻ്റെ ചേച്ചി വന്ന് നോക്കുമ്പോൾ അനീഫ് ചെയറിൽ ഇരുന്നിട്ട് ആടുന്നതാണ് കാണുന്നത്. മെല്ലെ അവൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ തിരിഞ്ഞു ചേച്ചിയെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് ഏയ് ചേച്ചി, ഈ മാസ്ക് മുഖത്ത് വെച്ച് കണ്ണാടിയിൽ നോക്കിയാലുണ്ടല്ലോ മരിച്ചു പോയ നമ്മുടെ മുത്തശ്ശിയെ കാണാൻ പറ്റും, വേണമെങ്കിൽ ഒന്ന് വെച്ച് നോക്ക്. അത് കേട്ട് എടാ മുത്തശ്ശി മരിച്ചിട്ട് 7 ദിവസം ആയിട്ടില്ല, മരിച്ചവരുടെ ആത്മാവ് 7 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവർക്കും കേൾക്കാൻ പറ്റും, നീ മര്യാദയ്ക്ക് ആ മാസ്ക് എവിടുന്നാണോ എടുത്തത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വാ. അത് കേട്ട് അവൻ നേരെ ആ മാസ്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി അനീഫ് ആണെങ്കിൽ നല്ല ഉറക്കം, എന്നാൽ ചേച്ചി ആണെങ്കിൽ ചെയറിൽ ഇരുന്നിട്ട് പ്രേതബാധ ഏറ്റ പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് നേരെ പോയി എടാ അനീഫെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൻ ഉണർന്നു നോക്കുമ്പോൾ മുത്തശ്ശിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് ഓടിപ്പോയി ഉമ്മയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് കാര്യം പറയുകയും എല്ലാവരും പോയി നോക്കുമ്പോൾ അവിടെ അവൻ്റെ ചേച്ചി ഉറങ്ങുന്നതാണ് കാണുന്നത്. നീ സ്വപ്നം കണ്ടതായിരിക്കും, കിടന്ന് ഉറങ്ങ് എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കിവിടെ കിടക്കാൻ പേടിയാവുന്നു എന്ന് ചെക്കൻ പറയുകയാണ്. ശരി ഞാനും നിങ്ങളുടെ കൂടെ കിടക്കാം എന്ന് പറഞ്ഞ് മറിയ അവനെ കിടത്തി പുതപ്പ് എടുക്കുമ്പോഴാണ് അവിടെ ആ മാസ്ക് കാണുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ നിന്നും എടുത്തതാ, ഞാൻ അത് മുഖത്തേക്ക് വച്ചപ്പോൾ ഞാനും മുത്തശ്ശി
മുത്തശ്ശിയെ പോലെയായി. അത് കേട്ട് ഇവൻ എന്താ പിച്ചും പേയും പറയുന്നത് എന്നാണ് മറിയ ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 4-ാം നാൾ, അനീഫ് ഇന്നലത്തെ സംഭവത്തോടെ ചേച്ചിയോട് ഒരു ഭയം വന്നിട്ടുണ്ട്. അതിനാൽ ചേച്ചി നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തിനാടാ എന്നെ കണ്ട് പേടിക്കുന്നത്? ഞാൻ നിന്റെ ചേച്ചിയല്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ആണോ, എങ്കിൽ ചേച്ചിൻ്റെ ഫോൺ എനിക്ക് താ, ഞാൻ അതിൽ കളിക്കട്ടെ. ശരി, നീ എടുത്തോ, പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അല്പം കഴിഞ്ഞ് ടൗണിൽ നിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാൻ മറിയയും വേലക്കാരി ആൻറ്റിയും റെഡിയായി നിൽക്കുമ്പോൾ നോക്കിയാൽ ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റാത്തതിനാൽ മക്കൾ 2 പേരും കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾ പോയിക്കോ, ഇവരെ ഞാൻ നോക്കാം എന്ന് ഖാദർ പറഞ്ഞെങ്കിലും അത് വേണ്ട, ഞാൻ ഇല്ലാതെ അവർ നിൽക്കില്ല, കരയാൻ തുടങ്ങും, ഞങ്ങൾ പിന്നെ പോകാം എന്ന് മറിയ പറയുകയാണ്. എന്നാൽ വേലക്കാരിയാണെങ്കിൽ അത് ശരിയാവില്ല, നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ള വണ്ടി 3 ദിവസത്തിൽ ഒരിക്കലേ വരൂ, ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ 3 ദിവസം കഴിയണം, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോകാം, കുട്ടികളെ അവൻ നോക്കും എന്ന് പറയുകയും അങ്ങനെ വേറെ വഴിയില്ലാത്തോണ്ട് മറിയ കുട്ടികളെ അവിടെ നിർത്തിയിട്ട്, എടാ ഞാൻ വരുന്നവരെ അവരെ നോക്കണേ, ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടെയും പോകല്ലേ എന്ന് പറയുമ്പോൾ, എന്നെ എന്താ നിനക്ക് വിശ്വാസമില്ലേ, ഞാനിവരെ പൊന്നുപോലെ നോക്കാം എന്ന് ഖാദർ പറയുകയാണ്. അങ്ങനെ വേലക്കാരിയും മറിയയും പോയ ശേഷം ഖാദർ ആണെങ്കിൽ 2 പേരെയും വീട്ടിൽ വിട്ടിട്ട് അടുത്തുള്ള ബാറിൽ പോയി നല്ലോണം മദ്യപിച്ച് അവിടുന്ന് ഒരു പെണ്ണിനെ സെറ്റാക്കി അവളുടെ കൂടെ കൊൽസ നടത്തുകയാണ്. വീട്ടിൽ ആണെങ്കിൽ 2 പേരും ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ വീട്ടിൽ ഉമ്മയെ കാണാനില്ല, മാമനെയും കാണാനില്ല, വേലക്കാരി ആൻറ്റിയെയും കാണാനില്ല. ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് എവിടെയാ എല്ലാവരും പോയത് എന്നറിയാതെ നിന്ന് ശേഷം ഉമ്മയെ വിളിച്ചെങ്കിലും മറിയ കോൾ അറ്റൻഡ് ചെയ്തില്ല, മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ വന്നില്ല. ഉമ്മ വരുന്നതും കാത്ത് പഠിക്കൽ ഇരിക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ വരികയും 2 പേരും ബാത്റൂം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ നോക്കിയാൽ ദേ വീട്ടിലുള്ള മുത്തശ്ശിയുടെ ബോഡി എഴുന്നേറ്റ് ഇരിക്കുന്നു. ചേച്ചി അകത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഫിന് ആണെങ്കിൽ ഒഴിക്കാൻ മുട്ടിയിട്ട് വയ്യ. ചേച്ചി പെട്ടെന്ന് വാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, എടാ ഞാൻ ഇപ്പോൾ കയറിയതല്ലേ എന്ന് പറഞ്ഞ് ഡോർ തുറന്നതും ദേ അകത്ത് പ്രേതം. അത് കണ്ട് അവൻ അലറി ഓടിയതും അവനെ കണ്ട് ചേച്ചിയും അങ്ങനെ 2 പേരും അലറിയടിച്ച് ഓടാൻ തുടങ്ങി. ഓടി പുറത്ത് എത്തിയപ്പോൾ അവിടേക്ക് മറിയയും വേലക്കാരിയും എത്തുകയും ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി, എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ നടന്ന കാര്യങ്ങൾ പറയുകയും 2 പേരും ഒരൽപ്പം ഭയത്തോടെ അകത്തേക്ക് വന്നു നോക്കുമ്പോൾ ആ ബോഡി അവിടെ തന്നെയുണ്ട്. അതിനാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ഇല്ലല്ലോ, ചിലപ്പോൾ നിങ്ങൾ പേടിച്ചത് കൊണ്ട് തോന്നിയതായിരിക്കും, എല്ലാവരും പോയി കിടക്ക് എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 5-ാം നാൾ, ബാറിൽ നിന്നും കിട്ടിയ പെണ്ണിൻ്റെ കൂടെ ഡിങ്കോൾഫി ചെയ്ത ഖാദർ ഇപ്പോൾ ഒരു കാട്ടിലാണുള്ളത്. അവനെ ആ പെണ്ണ് നന്നായി ഉപയോഗിച്ച് അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ്റെ പൈസയും വാച്ചും അങ്ങനെ പലതും അടിച്ചുകൊണ്ട് പോയിരുന്നു. രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് കാര്യം ഖാദറിന് മനസ്സിലായത്. ഭാഗ്യം, കിടുങ്ങാമണിയെങ്കിലും ബാക്കിയുണ്ടല്ലോ, എനിക്കത് മതി എന്ന് പറഞ്ഞ്, അയ്യോ കുട്ടികളെ വീട്ടിൽ വിട്ടിട്ടാണല്ലോ ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓടിപ്പോയി ഡോർ തുറന്നപ്പോൾ ഭദ്രകാളിയെ പോലെ മറിയ വന്ന്, എടാ കാലമാടാ, നിന്നെ വിശ്വസിച്ചല്ലേ മക്കളെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയത്, നീയല്ലേ അവരെ നോക്കാം എന്ന് പറഞ്ഞത്, അവരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീ എവിടെയാ പോയത്, കള്ള് കുടിക്കാൻ ആയിരിക്കും അല്ലേ, കുടിച്ച് ബോധം ഇല്ലാതെ കിടന്നിട്ടുണ്ടാവും അല്ലേ, പോ പിരാന്ത എൻ്റെ മുന്നിൽ നിന്ന് എന്നൊക്കെ കലിപ്പിൽ പറഞ്ഞപ്പോൾ തിരിച്ച് ഒന്നും പറയാതെ ഖാദർ അവിടുന്ന് പോവുകയും കുട്ടികൾ തന്നോട് പിണങ്ങിക്കാണും എന്ന് മനസ്സിലാക്കി അവർക്ക് കളിപ്പാട്ടും ഒക്കെ വാങ്ങി വന്ന് കൊടുത്തിട്ട് അവരുടെ പിണക്കം മാറ്റാൻ നോക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ മറിയയ്ക്ക് പുറത്ത് എന്തോ പ്രാർത്ഥിക്കുന്ന പോലത്തെ വോയിസ് കേൾക്കുകയും പോയി നോക്കുമ്പോൾ ഉമ്മയുടെ ബോഡിക്ക് ചുറ്റിലും മാസ്ക് വെച്ച സ്ത്രീകൾ ഇരുന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെല്ലുന്നതായി കാണുകയാണ്. ആ കൂട്ടത്തിൽ മറിയയുടെ മകളും മാസ്ക് വെച്ച് ഇരുന്നതായും കാണുകയാണ്. നിങ്ങളൊക്കെ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് മറിയയുടെ ചുറ്റിലും നടന്ന ശേഷം പോവുകയും ചെയ്തു. മറിയ മകളെ ഉണർത്താൻ നോക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഒന്ന് ഉമ്മയുടെ ഡെഡ് ബോഡിയും പിന്നെ ആ മാസ്കും ആണ്. അതിനെ നാളെ തന്നെ ഞാൻ കത്തിച്ച് കളയും എന്ന് തീരുമാനം എടുത്ത് അങ്ങനെ പിറ്റേ ദിവസം, അതായത് 6-ാം നാൾ, ആ മാസ്കിനെ മറിയ കത്തിച്ച് കളയുകയാണ്. ശേഷം ഉമ്മയുടെ ബോഡിയും മറവ് ചെയ്യണം എന്ന് പറയുമ്പോൾ, എടി മന്ത്രവാദി പറഞ്ഞത് ഓർമ്മയില്ലേ, 7-ാം നാൾ ബോഡി ജലസമാധി ചെയ്യണം, എന്നാൽ മാത്രമേ ശാപം മാറും എന്നല്ലേ പറഞ്ഞത്. അത് കേട്ട് മറിയ കാര്യമാക്കി എടുക്കാതെ, എന്ത് വേണേലും വരട്ടെ, ഇത് ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക
ഉണ്ടാവുന്നത്. നമുക്ക് ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ശ്മശാനത്തിൽ കൊണ്ടുപോയി ബോഡി മറവ് ചെയ്യുകയും ചെയ്തു. അന്നേരം കൊടുങ്കാറ്റൊക്കെ വീശാൻ തുടങ്ങി. നേരെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ദേ ഉമ്മയുടെ ബോഡി ഇവിടെ തന്നെ കിടക്കുന്നു. ആകെ ഭയന്ന് നമുക്ക് മന്ത്രവാദിയുടെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ദേ പുറത്ത് ആ മാസ്ക് വെച്ച ലേഡി നിൽക്കുന്നു. അത് കണ്ട് ഭയന്ന് നമുക്ക് നാളെ രാവിലെ പോകാം എന്ന് പ്ലാൻ ചെയ്ത് വീട്ടിൽ കയറി അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അല്പം കഴിഞ്ഞ് ഖാദർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അവൻ ഉമ്മയുടെ ബോഡിയുടെ അടുത്താണ് കിടന്നിട്ടുള്ളത്. ആകെ ഭയന്ന് നോക്കുമ്പോൾ ചുറ്റിലും മുഖമൂടി ധരിച്ച സ്ത്രീകൾ വന്ന് നിൽക്കുകയാണ്. അതിൽ ഒരു മാസ്ക് ലേഡി കൈ വീശിയതും ഖാദർ പറന്നുപോയി താഴെ വീഴുകയും അവൻ്റെ ബോധം പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 7ാമത്തെ നാൾ, എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഖാദർ പുറത്ത് കിടക്കുന്നതായാണ് കാണുന്നത്. അവനെ വിളിച്ച് ഉണർത്തുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അവൻ മരിച്ചിട്ടില്ല. അങ്ങനെ ഇന്ന് 7ാമത്തെ നാൾ ആയതിനാൽ മന്ത്രവാദി പറഞ്ഞ പ്രകാരം ഉമ്മയുടെ ബോഡിയുമായി ആ ഒരു ഗുഹയിൽ പോയി വെള്ളത്തിൽ ബോഡി കിടത്തി മന്ത്രചടങ്ങുകൾ എല്ലാം ചെയ്ത് തീർത്ത് ഖാദറിന്റെ കയ്യിൽ കൊടുത്ത സ്വർണ്ണ സൂചി ചോദിക്കുമ്പോൾ അവൻ അത് പോക്കറ്റിൽ നിന്നും എടുത്ത് മന്ത്രവാദിക്ക് കൊടുക്കുകയാണ്. മന്ത്രവാദി ആ സൂചി എല്ലാം തുറന്നു പോലും നോക്കാതെ ഡെഡ് ബോഡിയിൽ വെച്ച് മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലി ഉമ്മയുടെ ബോഡി വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തു. അങ്ങനെ ഉമ്മയ്ക്ക് വേണ്ട കർമ്മങ്ങൾ ഒക്കെ ചെയ്തു തീർത്തു. എല്ലാം മംഗളകരമായി നടന്നു. അങ്ങനെ അന്ന് രാത്രി മറിയ വീട്ടിലാണുള്ളത്. നോക്കിയാൽ കത്തിച്ചു കളഞ്ഞ മാസ്ക് ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അതിനാൽ തൻ്റെ മകൾ അന്ന് പറഞ്ഞ കാര്യം ഓർത്ത്, അതായത് ആ മാസ്ക് വെച്ച് കണ്ണാടിയിൽ നോക്കിയാൽ മുത്തശ്ശിയുടെ രൂപം കാണാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നില്ലേ, അതേപോലെ മാസ്ക് മുഖത്ത് വെച്ച് നോക്കുമ്പോൾ മറിയയ്ക്ക് ചില കാര്യങ്ങൾ തെളിയാൻ തുടങ്ങി. ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ മറിയയുടെ ഉമ്മ വളരെ ദരിദ്രവാസിയാണ്. കഴിക്കാൻ ഭക്ഷണം മാത്രമല്ല, കുഞ്ഞിക്ക് പാല് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തെന്നാൽ ബ്രസ്റ്റിൽ എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഉമ്മ ആ ഗുഹയിൽ പോയി കുഞ്ഞിനെ പിശാചിന് ബലി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ബലി കൊടുത്തതിനാലാണ് ഉമ്മയ്ക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യവും പണവും ഒക്കെ കിട്ടിയത്. എന്നാൽ കാര്യങ്ങൾ അവിടെ കൊണ്ട് തീർന്നില്ല. പിശാചുക്കൾ ഉമ്മയുടെ അടുത്ത് പോയി, നീ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും ഞങ്ങൾക്ക് ബലിയായി നൽകണം. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ സൗന്ദര്യവും സമ്പൽ സമൃദ്ധിയും നിലനിർത്താൻ പറ്റൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ഉണ്ടായ മക്കളായ ഖാദറിനെയും മറിയയെയും ബലി കൊടുക്കാൻ ഉമ്മയ്ക്ക് മനസ്സ് വരാത്തതിനാൽ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് കരുതിയാണ് ആ ഉമ്മ രണ്ടുപേരെയും വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത്. അക്കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ ഉമ്മയുടെ ആത്മാവ് മറിയയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഞാൻ ഇത്രയും കാലം ആ പിശാചിൻ്റെ ശാപം കാരണം നിങ്ങളെ അവർക്ക് ബലി കൊടുക്കാത്തതിൻ്റെ ശാപം ഞാൻ അനുഭവിക്കുകയാ. എന്നെ ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കുമോളെ, എനിക്ക് മോക്ഷം കിട്ടണം, നിങ്ങളെക്കൊണ്ട് മാത്രമേ അതിന് പറ്റൂ എന്നൊക്കെ ഉമ്മയുടെ ആത്മാവ് പറയുമ്പോൾ മറിയ വിഷമിച്ച് കരഞ്ഞോണ്ട്, ശരി ഉമ്മ, ഞാനത് ചെയ്യാം, എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ശരീരത്തിൽ നിന്നും എടുത്ത സ്വർണ്ണ സൂചിയില്ലേ, അത് എവിടെ നിന്നാണോ വന്നതോ അവിടേക്ക് തന്നെ വിടണം. അതായത് അതിനെ വെള്ളത്തിൽ ഇടണം. എന്നിട്ട് മുഖമൂടി ഉടച്ചിട്ട് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലിയാൽ മതി, ആ ശാപം തീരും. എന്നാൽ ഇന്നത്തെ ദിവസം തീരുന്നതിന് മുൻപേ ഇക്കാര്യങ്ങൾ ഒക്കെ ചെയ്യണം, എന്നാൽ മാത്രമേ ശാപം മാറുകയുള്ളൂ എന്ന് പറഞ്ഞതും പെട്ടെന്ന് പിശാച് വന്ന് ഉമ്മയെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ കലിപ്പിൽ നേരെ ഖാദറിന്റെ അടുത്തേക്ക് പോയിട്ട്, എടാ ബഗിട, ആ സ്വർണ്ണ സൂചി എവിടെയാ? നീ അന്ന് മന്ത്രവാദിക്ക് കൊടുത്തത് സ്വർണ്ണ സൂചി അല്ലായിരുന്നു അല്ലേ? അത് നീ എവിടെയാ മാറ്റിവെച്ചത്? മര്യാദയ്ക്ക് അത് താ എന്ന് പറയുമ്പോൾ, സ്വർണ്ണ സൂചിയോ? ഏത് സ്വർണ്ണ സൂചി? എനിക്ക് അറിയില്ല. എടാ, നിന്റെ അഭിനയം നിർത്ത്, മര്യാദയ്ക്ക് അത് താ. എന്തിനാ അത് ഉമ്മയുടെ ബോഡിയിൽ വെള്ളത്തിൽ ഇടാതെ മാറ്റിവെച്ചത്? എടേ, നിനക്ക് അറിയില്ലേ എനിക്ക് കുറെ കടങ്ങൾ ഉണ്ടെന്ന്? അത് തിരിച്ച് അടക്കാനാണ് സ്വർണ്ണ സൂചി എടുത്തത്. എന്ത് കടം തീർക്കാനോ? നിന്റെ ജീവനേക്കാൾ വലുതാണോ കടം? മര്യാദയ്ക്ക് ആ സൂചിത്ത, എന്നാൽ മാത്രമേ ആ ശാപം തീർക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾക്കും ശാപം ഏൽക്കും, നമ്മളും മരിക്കും. അത് കേട്ടതോടെ അവൻ ആ സ്വർണ്ണ സൂചി കൊടുക്കുകയും അത് വാങ്ങി പുറത്തു പോകുമ്പോൾ മറിയയുടെ 2 മക്കളും പറന്ന് മേലെ സീലിങ്ങിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ശേഷം പെട്ടെന്ന് താഴേക്ക് വന്ന് അവരെ ഏതോ ശക്തി വലിച്ചോണ്ട് പോകവേ മകളെ പിടിച്ചു നിർത്തിയെങ്കിലും മകനെ കാറ്റിൽ വലിച്ചോണ്ട് പോവുകയും ചെയ്തു. അവനെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് മറിയ ഒച്ച വെക്കുമ്പോൾ, എടി പേടിക്കേണ്ട, ഈ സ്വർണ്ണ സൂചി അവിടെ കൊണ്ടുപോയി ഇട്ടാൽ ശാപം മാറും, അന്നേരം അനീഫിനെ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഖാദർ പറയുകയും അങ്ങനെ അവർ ഗുഹയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഉമ്മയുടെ ആത്മാവ് പറഞ്ഞ പോലെ സ്വർണ്ണ സൂചി വെള്ളത്തിൽ ഇട്ടിട്ട് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയും ചെയ്തു. എന്നാൽ അനീഫിനെ തിരിച്ചു കിട്ടിയില്ല. അതിനാൽ പിശാചുക്കളോട്, നിങ്ങളുടെ സ്വർണ്ണ സൂചികൾ ഞാൻ തന്നില്ലേ, ഇനി എൻ്റെ മകനെ തിരിച്ചു താ. അത് കേട്ട് പിശാച്ച്,
ഇല്ല, തരാൻ പറ്റില്ല. നിന്റെ ഉമ്മ ഞങ്ങളുമായി ഉണ്ടാക്കിയ ഡീലാണത്. കുടുംബത്തിലെ ഒരു കുട്ടിയെ തരാം എന്ന്. അതുകൊണ്ടാണ് നിന്റെ മകനെ ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ എടുത്ത മുതൽ ഞങ്ങൾ ആർക്കും തിരിച്ചു നൽകാറില്ല. അത് കേട്ടതും മറിയ അലറിക്കരയാൻ തുടങ്ങി. അന്നേരം ഖാദർ ആണെങ്കിൽ അത് വേണ്ട, ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു താ, പകരം എൻ്റെ ജീവൻ എടുത്തോളൂ. അന്നേരം പെട്ടെന്ന് അനീഫിൻ്റെ ശരീരം വെള്ളത്തിൽ പൊങ്ങി വരികയും രണ്ടുപേരും ഓടിപ്പോയി അനീഫിനെ രക്ഷിച്ച് മകനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഖാദറിന് ആണെങ്കിൽ വെള്ളത്തിൽ നിന്നും ഒരടി അനങ്ങാൻ പോലും പറ്റുന്നില്ല. അന്നേരം പെട്ടെന്ന് ഖാദറിൻ്റെ ചുറ്റിലും മാസ്ക് ധരിച്ച പിശാചുക്കളും അവരുടെ മെയിൻ തലൈവി പിശാചും വന്ന് നിൽക്കുകയാണ്. എൻ്റെ ബ്രദറിനെ വെറുതെ വിടണേ എന്ന് മറിയ പറയുമ്പോൾ, ഇല്ല, എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളുടെ ആത്മാവിനെ വേണം. ഇവൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ്റെ ആത്മാവിനെ എടുക്കാൻ, അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളങ്ങ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴാണ് മറിയയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഉമ്മയുടെ ആത്മാവ് പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്തു. അതായത് സ്വർണ്ണ സൂചി വെള്ളത്തിൽ ഇട്ടു, മന്ത്രങ്ങളും ചൊല്ലി. എന്നാൽ മാസ്ക് ഉടച്ചില്ല. അതുകൂടി ചെയ്താലേ ശാപം മാറും എന്ന് മനസ്സിലാക്കി മാസ്ക് എടുത്ത് അതിലേക്ക് കല്ലുകൊണ്ട് കുത്തി ഉടക്കാൻ തുടങ്ങി. അന്നേരം പിശാചിൻ്റെ മുഖത്തെ മാസ്കും ഉടഞ്ഞ് അങ്ങനെ ആ ശാപവും മാറുകയും വെള്ളത്തിലുള്ള ഖാദറിന് ഇപ്പോൾ അനങ്ങാൻ പറ്റുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് കരുതി പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പിശാച് വന്ന് ഖാദറിനെയും വെള്ളത്തിൽ മുക്കി കൊണ്ടുപോവുകയും ചെയ്തു. പിശാച് പറഞ്ഞ പോലെ പിശാചിന് നൽകിയത് അത് തിരിച്ചു നൽകാൻ പറ്റില്ല. അങ്ങനെ ഒരു ആത്മാവിനെ കൂടി പിശാചിന് വേണ്ടി നൽകേണ്ടി വന്നു. അതേപോലെ ശാപവും ഇവിടെ അവസാനിച്ചു. അങ്ങനെ ആ നശിച്ച 7 ദിനങ്ങൾക്ക് ശേഷം മറിയ കുട്ടികളെയും കൂട്ടി പോകുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.